ആയില്യം തിരുനാൾ മഹാരാജാവാണ് ഈ പാലം ഉദ്ഘാടനം ചെയ്തത്. കൂറ്റൻ ഇരുമ്പ് പാലങ്ങൾക്ക് മുകളിലൂടെ ചെറുചിലമ്പലോടെ വണ്ടി നീങ്ങുമ്പോൾ ഒതുക്കമാർന്ന പുനലൂർ പട്ടണത്തിന്റെ ഒരാകാശ കാഴ്ചയാണ് കിട്ടുക. 10 മിനിറ്റ് യാത്ര തുടർന്നപ്പോൾ ഇടമൺ എന്ന കൊച്ചു സ്റ്റേഷനിലെത്തി. മലനിരകളുടെ താഴ്ചകളിൽ റബ്ബറും പലവിധ കൃഷികളും കാണാം. കുറച്ചുകൂടി മുന്നോട്ടു പോകുമ്പോൾ ഒരു കൊച്ചു തുരങ്കം നിമിഷങ്ങൾക്കകം പിന്നിട്ടു. തിരുവിതാംകൂറിൽ ആദ്യമായി യാത്രാ തീവണ്ടി എത്തുന്നത് 1904 നവംബർ 26 പുനലൂർ ചെങ്കോട്ട മീറ്റർ ഗേജ് പാതയിലൂടെയായിരുന്നു. 1890 പുനലൂർ ചെങ്കോട്ട മീറ്റർ ഗേജ് പാതയുടെ നിർമ്മാണം ആരംഭിക്കുന്നത്. 1902 ഈ പാതയിലൂടെ ആദ്യ ചരക്കുവണ്ടി ഓടിയെങ്കിലും 2 വർഷം കൂടി കഴിഞ്ഞ് 1904 യാത്രാ വണ്ടി എത്തിയത്. ഈ പാതകൾ മധുര റെയിൽവേ ഡിവിഷന്റെ കീഴിലാണ്. ആദ്യ യാത്ര തുടങ്ങാൻ തൂത്തുക്കുടിയിൽ നിന്നും ട്രെയിൻ ഭാഗങ്ങൾ പത്തേമാരിയിൽ കൊല്ലത്ത് എത്തിച്ച ശേഷം കാളവണ്ടിയിലും മറ്റുമാണ് പുനലൂരിൽ എത്തിച്ചത്. 21 ആചാരവെടികൾ തീർത്താണ് നൂറ്റാണ്ട് നീണ്ട മീറ്റർ ഗേജ് യാത്രയ്ക്ക് നാന്ദി കുറിച്ചത്. 106 വർഷങ്ങൾക്ക് ശേഷം മീറ്റർ ഗേജ് യാത്രകൾക്ക് വിരാമമിട്ടുകൊണ്ട് 2010 സെപ്റ്റംബർ 19 യാത്ര അവസാനിപ്പിക്കാൻ മധുര ഡിവിഷൻ തീരുമാനമെടുത്തെങ്കിലും ഒരു ദിവസം കൂടി വൈകി സെപ്റ്റംബർ 20 മീറ്റർ ഗേജ് പാതകൾക്കും അതിലൂടെയുള്ള പാസഞ്ചർ യാത്രകൾക്കും അറുതി വരുത്തിയത്. ഒരിക്കലെങ്കിലും ഈ ചരിത്ര വണ്ടിയിൽ ഒന്ന് യാത്ര ചെയ്യാൻ, അതുകൊണ്ട് തന്നെ ട്രെയിൻ നിർത്തലാക്കുന്നതിന് ദിവസങ്ങൾക്ക് മുൻപേ തന്നെ യാത്രക്കാർ തിരക്ക് കൂട്ടിയിരുന്നു. ചരിത്ര വണ്ടിയിലെ യാത്രയെക്കുറിച്ച് കുറിപ്പുകൾ തയ്യാറാക്കി കുരുന്നുകളും ഈ വണ്ടിയിൽ യാത്ര ചെയ്തു. കൊല്ലം ജില്ലയിലെ 2 മുനിസിപ്പാലിറ്റികൾ പരവൂരും പുനലൂരുമാണ്. 34.35 ചതുരശ്ര കിലോമീറ്ററാണ് പുനലൂരിന്റെ വിസ്തൃതി. കൊല്ലത്ത് നിന്നും തമിഴ്നാടിന്റെ മണ്ണിലേക്കുള്ള ഹ്രസ്വദൂര പാതയാണ് കൊല്ലം ചെങ്കോട്ട റെയിൽപാത. പുനലൂർ ചെങ്കോട്ട മീറ്റർ ഗേജ് പാതയിലൂടെ 2 പാസഞ്ചർ വണ്ടികൾ 100 കണക്കിന് യാത്രക്കാരെയും വഹിച്ചുകൊണ്ട് ദിവസേന 4 ട്രിപ്പുകൾ വീതം ഓടിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോഴിതാ പുനലൂർ ചെങ്കോട്ട പാതയും ബ്രോഡ്ഗേജായി മാറുകയാണ്. കേവലം 8 രൂപ ടിക്കറ്റിൽ 2 ജനതയെയും വ്യത്യസ്ത സംസ്കാരങ്ങളെയും ബന്ധിപ്പിച്ചുകൊണ്ട് 1 നൂറ്റാണ്ടിലേറെ കാലമായി ഈ പാസഞ്ചർ വണ്ടികൾ അവിരാമം ഓടുകയായിരുന്നു. ഇന്നിപ്പോൾ ഗേജ് മാറ്റത്തിന്റെ പേരിൽ മീറ്റർ ഗേജിലോടുന്ന ഈ പാസഞ്ചർ വണ്ടികൾ മീറ്റർ ഗേജ് പാളങ്ങളോടൊപ്പം ചരിത്രത്തിന്റെ ഭാഗമാവുകയാണ്. ഇരുപത് മിനിറ്റ് യാത്ര കഴിഞ്ഞപ്പോൾ ഒറ്റക്കൽ എന്ന കുഞ്ഞു സ്റ്റേഷനിലെത്തി. ഏതാനും പേർ അവിടെ ഇറങ്ങി, കുറച്ചുപേർ കയറുകയും ചെയ്തു. പുനലൂർ ചെങ്കോട്ട പാസഞ്ചറിൽ വർഷങ്ങളായി ചായക്കച്ചവടം നടത്തുന്ന ഒരാളെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം. എൻ്റെ പേര് മണിയൻ. എത്ര വർഷമായി? ഇപ്പോൾ 15 വർഷമായി. എന്താണ് ഇതിനകത്തുള്ള അനുഭവങ്ങൾ? ഇതിനകത്ത് അനുഭവങ്ങൾ ഇത് ഇപ്പം മീറ്റർ കാരേജ് ആയതുകൊണ്ട് ഇച്ചിരി സുമാരായിട്ട് പോകുന്നത്. അല്ലാതെ നേരത്തെ കൊല്ലം വരെ പോയിട്ടിരിക്കുമ്പോൾ നല്ല ഇച്ചിരി പൈസകൾ ഉണ്ടായിരുന്നു. ഇത് 10 എങ്ങനെ പോയാലും കൊല്ലം ടു തിരുനെൽവേലി നോക്കുമ്പോൾ 1500 1600 രൂപ ബിസിനസ് ഉണ്ടായിരുന്നു. ഇപ്പം വരുമ്പോൾ ഡിമായി. പിന്നെ നിർത്തി കഴിയുമ്പോൾ ചിലപ്പം പൊല്ലൂർ ടു കൊല്ലം വന്നുകൊണ്ട് കുട്ടികളെ ഒരു മോളയച്ചു, ഒരു കൊച്ചുമോളുണ്ട്. പിന്നെ ഒരു മോണ് ഇപ്പം പെണ്ണെന്നെ ഇപ്പം നോക്കി വെച്ച് വന്നിട്ടുണ്ട്. അതുകൊണ്ടേ റെഡിയാവും. മറ്റൊരു തുരങ്കം കൂടി പിന്നിട്ട് കഴിഞ്ഞപ്പോൾ പഴമയുടെ പെരുമ വിളിച്ചോതുന്ന തെന്മല സ്റ്റേഷനിൽ എത്തി. ഇന്ത്യയിലെ ആദ്യത്തെ ഹരിത സൗഹൃദ വിനോദസഞ്ചാര പദ്ധതി നിലവിൽ വന്നത് ഇവിടെയാണ്. ആവാസ വ്യവസ്ഥയ്ക്ക് കോട്ടം തട്ടാതെ തന്നെ പരിസ്ഥിതിയുടെ സംസ്കാരവും ചരിത്രവും മനസ്സിലാക്കാനുള്ള സഞ്ചാരമാണ് ഇക്കോ ടൂറിസം അഥവാ ഹരിത സൗഹൃദ വിനോദസഞ്ചാരം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. തെന്മല ഇക്കോ ടൂറിസം പ്രൊമോഷൻ കൗൺസിലും കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടും സംയുക്തമായി ഒട്ടേറെ പദ്ധതികൾ വിനോദസഞ്ചാരികൾക്കായി തെന്മലയിൽ ഒരുക്കിയിരിക്കുന്നു. അഡ്വഞ്ചർ സോൺ, കൾച്ചറൽ സോൺ, ലിഷർ സോൺ എന്നിങ്ങനെ 3 ഭാഗങ്ങളിലായി കുട്ടികളെയും യുവാക്കളെയും വൃദ്ധരെയും ആകർഷിക്കുന്ന തരത്തിലുള്ള വിനോദസഞ്ചാര പരിപാടികളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്.
തെന്മേലിയിലാണ് കല്ലട ജലസേചന പദ്ധതിയുടെ ഡാം ഉള്ളത്. ക്യാമറ കണ്ണുകൾ വീണ്ടും തുറന്നപ്പോൾ പുറത്തെ ഹരിതവർണ്ണ കാഴ്ചകൾ പതുക്കെ മാഞ്ഞുകൊണ്ടിരുന്നു. കുന്നുകളും താഴ്വരകളും നൽകുന്ന ദൃശ്യഭംഗി അവാച്യമായ ഒരു അനുഭൂതി തന്നെ. രാജ്യത്ത് ആകെയുള്ള സസ്യജൈവ വൈവിധ്യങ്ങളുടെ 22% കേരളത്തിലുണ്ട്. പുനലൂർ ഫോറസ്റ്റ് ഡിവിഷന്റെ കീഴിൽ 280 ചതുരശ്ര കിലോമീറ്ററും തെന്മല ഡിവിഷന്റെ കീഴിൽ 123.4 ചതുരശ്ര കിലോമീറ്റർ റിസർവ് വനവും ഉണ്ടെന്നാണ് കണക്ക്. തെന്മല മുതൽ ആര്യങ്കാവ് വരെയുള്ള ഭാഗത്താണ് കൂടുതൽ വളവും തിരിവുമൊക്കെ ഉള്ളത്. മലകൾ ചുറ്റിത്തിരിഞ്ഞ് പച്ചപ്പുകൾക്കിടയിലൂടെ ട്രെയിൻ നീങ്ങുമ്പോൾ നീലഗിരി പാതയിലൂടെയാണോ നാം കടന്നു പോകുന്നതെന്ന് തോന്നിപ്പോകും. തെന്മല കഴിഞ്ഞാൽ അടുത്ത കുഞ്ഞു സ്റ്റേഷൻ കഴുതുരുട്ടിയാണ്. 12 മിനിറ്റ് കൊണ്ട് ഈ വണ്ടി കഴുതുരുട്ടിയിൽ എത്തി. പശ്ചിമഘട്ടത്തിലെ 2 മലകളെ ബന്ധിപ്പിച്ചുകൊണ്ട് യൂറോപ്യൻ വാസ്തുവിദ്യാ ശൈലിയിൽ നിർമ്മിക്കപ്പെട്ട ശില്പഭംഗിയാർന്ന കഴുതുരുട്ടിയിലെ മനോഹരമായ 13 കണ്ണറ പാലവും അതിനു താഴെ വളഞ്ഞു പുളഞ്ഞ കൊല്ലം തിരുമംഗലം ദേശീയപാതയും അതിനും താഴെ കഴുതുരുട്ടിയാറും ബാക്ക്ഗ്രൗണ്ടായി മലനിരകളും ചേരുന്ന ഈ ഫ്രെയിം ഒരിക്കൽ കണ്ടിട്ടുള്ളവരുടെ മനസ്സിൽ നിന്നും മായുകയില്ല. ഒട്ടേറെ ദക്ഷിണേന്ത്യൻ സിനിമകളിൽ സ്ഥാനം പിടിച്ചിട്ടുള്ള ഈ പാലം സിമന്റോ കമ്പിയോ ഉപയോഗിക്കാതെ 13 ആർച്ചുകളിലായി 5.18 മീറ്റർ ഉയരത്തിലും 102.72 മീറ്റർ നീളത്തിലും കരിങ്കല്ലിൽ സുർക്കി പുരട്ടിയാണ് നിർമ്മിച്ചിട്ടുള്ളത്. നൂറ്റാണ്ടോടെ നിലയുറപ്പിച്ച ഈ പാലത്തിലൂടെ ട്രെയിൻ കടന്നു വരുന്നതും വളഞ്ഞു തിരിഞ്ഞു പോകുന്നതും ഒരിക്കലും മറക്കാനാവാത്ത കാഴ്ചയാണ്. പ്രതികൂല കാലാവസ്ഥകളെ അതിജീവിച്ച് നിത്യയൗവനവുമായി നിൽക്കുന്ന ഈ പാലം റെയിൽവേ മന്ത്രിയുടെ ഓഫീസിലും ഇന്ത്യൻ പാർലമെന്റിന്റെ കവാടത്തിലുമൊക്കെ സാന്നിധ്യമാണ്. പാലത്തിലൂടെ വണ്ടി കടന്നു വരുന്നത് ചിത്രീകരിക്കുമ്പോൾ നിറഞ്ഞു കവിഞ്ഞ പാസഞ്ചറിലെ യാത്രക്കാരൊന്നടങ്കം കൈവീശിയും ആർപ്പുവിളികളോടെയുമാണ് എതിരേറ്റത്. എഞ്ചിന്റെ സൈഡിലും ചാനൽ, പത്ര, ഫോട്ടോഗ്രാഫർമാരുടെ തിരക്കായിരുന്നു ദർശിക്കാൻ കഴിഞ്ഞത്. 6-7 മിനിറ്റ് എടുത്തില്ല അതിനു മുൻപ് ട്രെയിൻ ഇടപ്പാളയം സ്റ്റേഷനിൽ എത്തി. ഈ മീറ്റർ ഗേജ് പാതയിലെല്ലാം ട്രെയിനുകൾ കൃത്യമായി ഓടുന്നതുകൊണ്ടാകാം സ്റ്റേഷനുകളിൽ ഒന്നിലും ഉച്ചഭാഷിണികളോ ഓർമ്മപ്പെടുത്തലുകളോ കേട്ടതേയില്ല. പ്രകൃതിയെ അധികം മുറിവേൽപ്പിക്കാതെയാണ് ഈ റെയിൽവേ പാത തീർത്തിരിക്കുന്നതെന്ന് ഈ പാതയിലൂടെ ഒരിക്കലെങ്കിലും സഞ്ചരിച്ചിട്ടുള്ളവർക്ക് ബോധ്യമാവും. വനം വകുപ്പിനെ ആശ്രയിക്കാതെ റെയിൽവേയുടെ അധീനതയിലുള്ള ഭൂമി ഉപയോഗിച്ച് തന്നെ ഗേജ് മാറ്റ പണികൾ സാധ്യമാക്കാൻ റെയിൽവേക്ക് സാധിക്കും. 49 കിലോമീറ്റർ ദൈർഘ്യമുള്ള പുനലൂർ ചെങ്കോട്ട പാതയുടെ ഗേജ് മാറ്റത്തിനായും 8ഓളം സ്റ്റേഷനുകൾ നവീകരിക്കുന്നതിനായും 357.70 കോടിയോളം രൂപയാണ് വകയിരുത്തിയിട്ടുള്ളത്. 1872 ഡൽഹി ഫറൂഖ് നഗർ റൂട്ടിലാണ് ഇന്ത്യയിൽ ആദ്യ മീറ്റർ ഗേജ് പാത സ്ഥാപിതമാകുന്നത്. മീറ്റർ ഗേജിലെ പാളങ്ങൾക്ക് 1 മീറ്റർ അകലമാണുള്ളത്. ബ്രോഡ് ഗേജ് ആകുമ്പോൾ പാളങ്ങളുടെ വീതി 1.67 മീറ്റർ ആകും. വണ്ടി ആര്യങ്കാവ് സ്റ്റേഷനിൽ എത്തി. സമയമുള്ളത് കൊണ്ട് തന്നെ യാത്രക്കാർ ട്രെയിനിൽ നിന്നിറങ്ങി ട്രെയിനിൽ ചേർന്ന് നിന്ന് ഫോട്ടോ എടുക്കാനും സ്റ്റേഷനടക്കം മൊബൈലിൽ പകർത്താനും ഉത്സാഹിക്കുന്നത് കണ്ടു. കൈകൊണ്ട് പ്രവർത്തിക്കുന്ന സിഗ്നലും ചൂരൽ വളയത്തിനുള്ളിൽ വെച്ച് താക്കോൽ ലോക്കോ പൈലറ്റിന് നൽകി യാത്രാനുമതി നേടുന്നതുമായ അപൂർവ കാഴ്ചകൾ പകർത്താൻ ക്യാമറാമാൻ മറന്നില്ല. ത്തിന്റെ മധ്യഭാഗത്താണ് കേരള തമിഴ്നാട് സംസ്ഥാനങ്ങളുടെ അതിർത്തി. തുരങ്കം പിന്നിട്ട് തമിഴ്നാടിന്റെ മണ്ണിലേക്ക് പ്രവേശിച്ചപ്പോൾ വിശാലമായ പാടങ്ങളിലും പറമ്പിലുമൊക്കെ അധ്വാനത്തിന്റെ അടയാളങ്ങൾ വളരെ വ്യക്തമായി കാണാനായി. വയലുകളൊന്നും തരിശിടാതെ കൃഷി ഇറക്കിയിരിക്കുന്നു. തെങ്ങായാലും തേക്കായാലും മാവായാലും പ്രത്യേക ശ്രദ്ധയും പരിചരണവും നൽകുന്നത് കൊണ്ട് തന്നെ കൂടുതൽ ഊർജ്ജസ്വലതയോടെ അവയൊക്കെയും തഴച്ചു വളരുന്ന കാഴ്ച ആരെയും സന്തോഷിപ്പിക്കും. പാതയ്ക്ക് ഇരുവശവും വിവിധ തരത്തിലുള്ള മാവിൻ തോട്ടങ്ങൾ നോക്കുക. സീസണാകുമ്പോൾ കേരളത്തിന്റെ വിപണിയിൽ നിറയുന്ന മാമ്പഴം അടക്കമുള്ള ഫലവർഗ്ഗങ്ങളും പച്ചക്കറികളും തമിഴ് മക്കളുടെ അധ്വാന ഫലമാണെന്നത് പ്രത്യേകം പറയേണ്ടതില്ല.
പച്ചപ്പുകളെ രണ്ട് വശങ്ങളിലേക്കും കോതി മാറ്റിയിട്ട് ട്രെയിൻ കടന്നു വരികയാണോ അതോ തല കുമ്പിട്ട് അവ മാറിക്കൊടുക്കുന്നതാണോ എന്ന് തോന്നിക്കും വിധമാണ് പച്ചിലച്ചാർത്തുകൾക്ക് നടുവിലൂടെ ഈ ട്രെയിൻ ചൂളമിട്ട് പായുന്നത്. ക്യാമറ കണ്ടപ്പോൾ കൈ ഉയർത്തി എതിരേൽക്കാൻ വാതിലിൽ തിങ്ങി നിറഞ്ഞു നിന്ന യുവാക്കൾ മറന്നില്ല. 23 വലിയ പാലങ്ങൾ, 173 ചെറിയ പാലങ്ങൾ, 5ഓളം തുരങ്കങ്ങൾ, 5 മേൽപ്പാലങ്ങൾ, നിരവധി മലനിരകൾ, 7 റെയിൽവേ സ്റ്റേഷനുകൾ എന്നിവ പിന്നിട്ടാണ് പുനലൂരിൽ നിന്നും 49 കിലോമീറ്റർ സഞ്ചരിച്ച് ഈ പാസഞ്ചർ ചെങ്കോട്ടയിലെ പ്ലാറ്റ്ഫോമിൽ എത്തിച്ചേരുക എന്ന് കേൾക്കുമ്പോൾ ആർക്കും അതിശയം തോന്നും. തമിഴ്നാടുമായി വാണിജ്യ ബന്ധം സ്ഥാപിക്കുന്നതിൽ വേലുത്തമ്പി ദളവയുടെ പങ്ക് വളരെ വലുതാണ്. കൊല്ലത്ത് പുതിയ അങ്ങാടികൾ രൂപം കൊണ്ടത് അദ്ദേഹത്തിന്റെ കാലത്താണ്. വാണിജ്യ വികസനത്തിനായി അദ്ദേഹം മധുരയിൽ നിന്നും തിരുനെൽവേലിയിൽ നിന്നും വലിയ കച്ചവടക്കാരെ കൊല്ലത്ത് ക്ഷണിച്ചു വരുത്തിയിരുന്നു. കൊല്ലം ചെങ്കോട്ട റോഡ് നിർമ്മിച്ചതും അദ്ദേഹത്തിന്റെ കാലത്തു തന്നെയാണ്. കുരുമുളക്, ഇഞ്ചി, സുഗന്ധദ്രവ്യങ്ങൾ മുതലായ കാർഷികോൽപ്പന്നങ്ങളുടെ കയറ്റുമതി ആശ്രയിച്ചായിരുന്നു കൊല്ലം നഗരത്തിന്റെ പ്രാചീന കാലത്തെ വാണിജ്യ പ്രാധാന്യം. പഴമയുടെ പെരുമ വിളിച്ചോതുന്ന ഭഗവതിപുരം സ്റ്റേഷനിൽ കുറച്ചധിക സമയം വണ്ടി നിർത്തി. ഈ പാതയിൽ ബ്രിട്ടീഷുകാർ ആദ്യം നിർമ്മിച്ച സ്റ്റേഷനാണ് ഇത്. ഈ സ്റ്റേഷൻ കെട്ടിടവും അകലെ മലനിരകളും മുത്തശ്ശി മരങ്ങളും ഒക്കെ കാണുമ്പോൾ പുസ്തകത്താളിലെ ഒരു മനോഹര പെയിന്റിംഗ് പോലെയാവും തോന്നുക. സ്റ്റേഷനിൽ ഇറങ്ങിയപ്പോൾ ലഗേജ് വാഗണിൽ വരെ തിങ്ങി നിന്നിരുന്ന യുവാക്കളടക്കമുള്ളവർ യാത്രാനുഭവങ്ങൾ പങ്കുവച്ചു. അടിപൊളി യാത്രയാണ്, ഗംഭീര യാത്ര. ഇല്ല, ഒരു വിഷമവും ഇല്ല. ഇത്രയും തിരക്കാണെങ്കിലും നല്ല സന്തോഷമായ യാത്ര. ഞങ്ങൾ കോട്ടയത്തു നിന്ന് വരികയാണ്. ഇത് കേട്ടറിഞ്ഞ് പത്രത്തിൽ അറിഞ്ഞിട്ട് വന്നതാണ്. നല്ല രസമുള്ള യാത്ര, വൃത്തിയായി ഒരു യാത്രയിൽ ഞങ്ങൾ എല്ലാവരും പങ്കാളിയായിരിക്കും. ഞങ്ങളുടെ കുറെ കൂട്ടുകാരെല്ലാം ഉണ്ട്. ഏറ്റവും നല്ല യാത്രയാണ്. ഈ യാത്ര ഒരിക്കലും അവസാനിക്കാതിരിക്കണമെന്നാണ് നമ്മുടെ ആഗ്രഹം. ഇനിയും തുടരണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. വടക്കൻ ജില്ലകളിൽ നിന്നൊക്കെയും കുട്ടികളും യുവാക്കളും കുടുംബങ്ങളും ജീവിതത്തിലെ ഒരു അവിസ്മരണീയ മുഹൂർത്തമാക്കാൻ ഈ വണ്ടിയിൽ ഇടം തേടിയിരുന്നു. ഭഗവതിപുരം കഴിഞ്ഞ് മുൻപോട്ട് നീങ്ങുമ്പോൾ കൂറ്റൻ വൈദ്യുതി ലൈനുകൾ കടന്നു പോകുന്നതും ദൂരെ വളരെ ഉയരത്തിൽ സ്ഥാപിച്ചിട്ടുള്ള കാറ്റാടികൾ മെല്ലെ കറങ്ങുന്നതും കാണാം. കാറ്റിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിനായി ചെന്നൈയിൽ സൗരോർജ സാങ്കേതിക കേന്ദ്രവും വിൻഡ് ടർബൈൻ സ്റ്റേഷനുകളും സ്ഥാപിച്ചിട്ടുണ്ട്. മനസ്സിൽ നിന്നും മായാതെ നിൽക്കുന്ന ഈ കാഴ്ചകൾ എക്കാലവും അതേപടി ഉണ്ടാവണേ എന്ന് നാം ആശിച്ചു പോകും. ഒലിച്ചു പോകാത്ത മണ്ണും പ്രവാഹം നിലയ്ക്കാത്ത പുഴയും കാലം തെറ്റാത്ത മഴയും എന്നെന്നും ഉണ്ടാവണേ എന്നും നാം പ്രാർത്ഥിച്ചു പോകും. ട്രെയിനിന്റെ ചക്രങ്ങൾക്ക് ശീൽക്കാരം കൂടി വരുമ്പോൾ ചെങ്കോട്ട എന്ന വിശാലമായ വൃത്തിയുള്ള സ്റ്റേഷനിലാണ് നാം എത്തിയിരിക്കുന്നതെന്ന് മനസ്സിലാവും. മറ്റു മാർഗങ്ങളിലൂടെ ചെങ്കോട്ടയിലെത്തിയാൽ ട്രെയിൻ സർവീസ് പുനരാരംഭിക്കും വരെ ഇവിടെ നിന്നുമുള്ള ട്രെയിനുകളിൽ ചെന്നൈയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് പോകാൻ സാധിക്കും. വർഷങ്ങളായി ഈ റൂട്ടിൽ സേവനമനുഷ്ഠിച്ച ഏതാനും റെയിൽവേ ഉദ്യോഗസ്ഥരെയും ഞങ്ങൾക്ക് കണ്ടുമുട്ടാനായി. ഈ പ്രോഗ്രാം അണിയിച്ചൊരുക്കിയ പ്രൊഡ്യൂസർ KS രാജശേഖരൻ, ക്യാമറമാൻ വിൽസൺ, റെക്കോർഡിസ്റ്റ് കുരുവിള ജോർജ്, A ഹരികുമാർ, ദക്ഷിണ റെയിൽവേ ഉദ്യോഗസ്ഥർ എന്നിവരെ നന്ദിയോടെ ഇവിടെ സ്മരിക്കുന്നു. ചരിത്രത്തിലെ മറ്റൊരു അധ്യായത്തിന് തുടക്കമിട്ടുകൊണ്ടാവും ഇതേ പാതയിലൂടെ ബ്രോഡ്ഗേജ് വണ്ടികളുടെ ചക്രങ്ങൾ ഇനി ഉരുളുക. എന്തായാലും തിരുവിതാംകൂറിലെ ആദ്യ മീറ്റർ ഗേജ് പാതയിലെ ഈ അവസാന വണ്ടി ചരിത്രത്തിന്റെ പാളങ്ങളിലേക്ക് കയറുമ്പോൾ ഇനി പുതിയ ബ്രോഡ്ഗേജ് പാതയിലൂടെ പുതിയ ട്രെയിനുകൾ ഓടുമ്പോൾ ഈ പാസഞ്ചർ വണ്ടിയെ സ്നേഹിച്ചിരുന്ന ഓരോ യാത്രക്കാരനും ഇനി നൽകുക വർദ്ധിച്ച യാത്രാ സൗകര്യങ്ങളുടെ സുഖയാത്രയുടെ മറ്റൊരനുഭവമായിരിക്കും. ആ കാലത്തിനായി നമുക്കും കാത്തിരിക്കാം.